രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും? 40 രൂപ 38 രൂപ, ഒരുപാട് വലിപ്പമുള്ള 45 രൂപയ്ക്ക് ആവും, 50 രൂപ വരെ ഉണ്ടാവും. ചേട്ടൻ ഒരു പശു വളർത്തലിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ചേട്ടൻ രാവിലെ 3:30 എഴുന്നേക്കും. പറഞ്ഞാണ് ചേട്ടൻ ഇവിടെ എഴുന്നേക്കുന്നതും അതുപോലെ തന്നെ കറവയ്ക്ക് ശേഷം ചേട്ടൻ പാടത്ത് പശുവിനെ 5:30 5:45 വരുന്നതാണ്. ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? ഇത് ഇത്ര ഒരു കുറച്ച് അളവ് എടുത്ത് ഈ പാക്കറ്റ് പൊട്ടിച്ച് ഞങ്ങൾ ഇഞ്ചിയും പിന്നെ ഈ സോഡാപ്പൊടി പിന്നെ അതെ, ഒരു ചെറുകിട ക്ഷീര കർഷകൻ എങ്ങനെയായിരിക്കണമെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അങ്കമാലി തുറവൂരുള്ള യോഹന്നാൻ ചേട്ടന്റെ വീട്ടിലാണ്. ഇവിടെ 4 പശുക്കളുണ്ട്. അപ്പൊ ഇതിന്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ. അപ്പൊ ചേട്ടന്റെ പശുത്തൊഴുത്ത് ഇതാട്ടോ, ഇതാണ് ചേട്ടന്റെ പശുക്കളൊക്കെ. ഇതിപ്പം നമ്മൾ എത്ര നാളായി ഈ പശു വളർത്തൽ തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് 20-21 കൊല്ലത്തിന്റെ ഇടയ്ക്കാ. ഇപ്പോഴും ചേട്ടൻ പശു വളർത്തുന്നുണ്ട്. ബാക്കി എല്ലാവരും പശു വളർത്താൻ നിർത്തിയിട്ട് ഞങ്ങള് തൊഴിലായിട്ടുള്ള തുടങ്ങണോ? ഈ ഏരിയയിലേക്ക് മിക്ക ആൾക്കാരും നിർത്തിയ അവസ്ഥയാണ്. ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണം? ഞാൻ സ്വന്തമായിട്ട് എല്ലാ അധ്വാനവും ചെയ്യണോ, എല്ലാ പണിയും ഞാൻ ചെയ്യണു. പല്ലിന് പോക്കും കുളിപ്പിക്കലും തീറ്റ മേടിക്കലും മാത്രം പുറത്തുനിന്നുള്ളൂ. ബാക്കിയുള്ള സ്വന്തം ഞങ്ങൾ തീറ്റ ഉണ്ടാക്കി പുല്ല് വക്കോലൊക്കെ ഞങ്ങള് കൃഷി ചെയ്തും അങ്ങനെയൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നത്. സാധാരണ ഇപ്പം പശു വളർത്തൽ മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീറ്റയ്ക്ക് വില കൊള്ളും. പിന്നെ പശുവിന്റെ അസുഖങ്ങളും എനിക്ക് 8 പശു ഉണ്ടായതാ, ഇപ്പൊ പോയി 4 വരെ ആയി. ഈ അസുഖങ്ങൾ വന്ന് എന്തെങ്കിലും ചത്തുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അസുഖം വന്ന് കിടപ്പാകുമ്പോൾ നമ്മൾ ആർക്കും പിടിച്ചു കൊടുക്കും കിട്ടുന്ന കാശിന്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നഷ്ടം. പിന്നെ ഒരെണ്ണം മേടിക്കണമെങ്കിൽ 10-80 രൂപ ഒക്കെ വേണം. അപ്പൊ നമ്മുടെ ഒരു വരായി ഉണ്ടെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിൽ മേടിക്കില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 കൊല്ലമായിട്ടുള്ളൂ. ഇതിന് 10 ലിറ്ററിന്റെ അടുത്ത് പോയിട്ടുണ്ട്. കുട്ടീനൊക്കെ ചെറുപ്പത്തിൽ കൊടുത്തു. അത് നിക്കണ പശുവിന്റെ കുട്ടി നിക്കണ. ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 മാസത്തിന്റെ അടുക്കേ ആയിട്ടുള്ളൂ. ഇത് മൂന്നാമത്തെ. ഇത് ഇടക്കറവ കിടക്കണത്. ഞാൻ ഇടക്കറവ തന്നെയുള്ളത് മേടിക്കുന്ന കൂടുതലും. പിന്നെ പാലില്ലാണ്ടാവുമ്പോ പെറ്റ പശുവിനെ മേടിക്കും. ഇടക്കറവ വെച്ചാൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പൈസ കുറവ് കയ്യിൽ മതി ഉണ്ടാവുമ്പോ ഇടക്കറവ മേടിക്കണോ. 40 രൂപ 38 രൂപ, ഒരുപാട് വലിപ്പമുള്ള 45 രൂപയ്ക്ക് ആവും, 50 രൂപ വരെ ഉണ്ടാവും. ഇടക്കറവയിലൊക്കെ മതി. അപ്പൊ 6, 3 അല്ല 5 ഒക്കെ ഉണ്ടാവുള്ളൂ. 5 ഉച്ച കഴിഞ്ഞ് 2 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഞാനാവുകൊണ്ട് സ്വന്തം പണി എടുക്കുന്ന കാരണം അങ്ങനെ അധ്വാനിച്ച് പോകണം, മുന്നോട്ട് പോകണം. അടുക്ക് നിൽക്കുന്ന പശു അതിന് ഞാൻ 38 രൂപയ്ക്ക് മേടിച്ചതാ. അതിന് കിടക്കണത് അത് 46 രൂപയ്ക്ക് മേടിച്ചത്. അത് പ്രസവിക്കണിക്ക് മുമ്പ് ഞാൻ മേടിച്ചതാ. പാലില്ലാണ്ടായിപ്പോ കൊണ്ടുവന്ന അന്ന് തന്നെ പശു പ്രസവിച്ചു. ആദ്യം വളർത്തിയെടുത്തതൊക്കെ നശിച്ചു പോയി. ഈ തവണ പോയിട്ട് 2 മാസമൊക്കെ ആയുള്ളൊക്കെ പോയിട്ട്. അല്ല തീർത്ത വലിയ പശുക്കളായിരുന്നു. എന്റെ ജീവിതത്തിൽ ചെറിയ പശുക്കളൊന്നും ഉണ്ടായില്ല. HF ക്രോസ് ഉള്ള പശുക്കള് അതൊക്കെ പോയി. പൈസ ഇപ്പൊ മേടിക്കാൻ നടന്ന അതിനൊക്കെ 80 രൂപ 90 രൂപയൊക്കെ പറയണേ. അപ്പൊ നമ്മുടെ അതിനുള്ള പൈസയുടെ വരുമാനം ഇല്ലാത്ത കാരണം ഇതിൽ ഒക്കെ മേടിച്ചു പോകണം. വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ട്. അന്ന് പാടത്തേക്ക് ഉണ്ടാവും വഴികൾ ബുദ്ധിമുട്ടുണ്ടായി. വണ്ടി കുറവായിരുന്നു. അപ്പോൾ വഴിയൊക്കെ നന്നാക്കിയപ്പോൾ വണ്ടികൾ കൂടുതലായപ്പോൾ കിടാവിനെ വലിച്ചുകൊണ്ടായി ചിലപ്പോൾ നമ്മളെയും കൊണ്ട് പോകും. അതുകൊണ്ട് കുട്ടികളെ വളർത്താത്ത. അപ്പൊ ചേട്ടൻ ഒരു പശു വളർത്തലിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ചേട്ടൻ രാവിലെ 3:30 എഴുന്നേക്കും. പറഞ്ഞാണ് ചേട്ടൻ ഇവിടെ എഴുന്നേക്കുന്നതും അതുപോലെ തന്നെ കറവയ്ക്ക് ശേഷം ചേട്ടൻ പാടത്ത് പശുവിനെ 5:45 പശുവിനെ പാടത്തേക്ക് കൊണ്ടുപോകും. 11 മണിയാകുമ്പോ കൊണ്ടുവരും. പിന്നെ വേറെ കുളിപ്പിക്കണൊക്കെ പാടത്ത് വെച്ചാട്ടോ. വെള്ളമുണ്ട്, തോടുണ്ട്. അപ്പൊ അവിടെ കുളിയും കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കും. പിന്നെ കൊണ്ടുപോകില്ല. പിന്നെ പ്ലാവിന്റെ ചുവട്ടില് പുറത്തായിട്ടാണ് തണല് നോക്കി അവിടേക്ക് കിടണ. പലർക്കും പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചേട്ടൻ വളരെ ലാഭകരമായിട്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് എങ്ങനെ മറികടക്കണമെന്ന് നമുക്ക് നോക്കാട്ടോ. ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നത് പാടത്തേക്കൊക്കെ വിട്ട് തീറ്റാണ്. അപ്പോൾ വൈകുന്നേരം കുടിക്കാൻ തീറ്റൊക്കെ ഇത്തിരി കുറച്ച് കൊടുത്താൽ മതി.
എല്ലാവരും തൊഴുത്തേക്ക് എടുക്കുമ്പോൾ തീറ്റ കൂടുതൽ കൊടുക്കണം. അങ്ങനെയുണ്ട്. ഇപ്പം ഞങ്ങൾ പാടത്ത് കിട്ടുമ്പോൾ തീറ്റ ഇത്തിരി കുറച്ച് കൊടുക്കും. പിന്നെ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിക്കും. അപ്പോൾ ഒരാൾ നിർത്തേണ്ട, ഒരു പണിയും ചെയ്യേണ്ട. തീറ്റ വെച്ചാൽ ഒരു 50 കിലോന്റെ ചാക്ക ഐസ് ചാക്ക് പൊട്ടിച്ചാൽ 2 ദിവസത്തേക്കേ ഉള്ളൂ. 1420 രൂപ തീറ്റയ്ക്ക് വരും. പിന്നെ ചോളത്തവിട് ഉണ്ട്. ചോളത്തവിട് 1 കിലോ വെച്ചൊക്കെ കാലത്ത് കൊടുക്കും, 1 കിലോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 2 കിലോ വെച്ച് ചോളത്തവിടും കൊടുക്കുള്ളൂ. കൂടുതൽ കൊടുക്കണം. 1.5 ചാക്കൊക്കെ വരും. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പാടത്ത് കൊണ്ട് തീറ്റ കൂടുതൽ പുല്ല് തിന്നും. പാല് കഴിഞ്ഞിട്ടും കൂടുതൽ നടക്കുന്ന പശുവിന് അത്ര വലിയ അസുഖം ഉണ്ടാവൂല. അവർക്ക് ആരോഗ്യം ഉണ്ടാവും. കാലിനൊക്കെ നല്ല ബലം ഉണ്ടാവും. പിന്നെ അവർക്കൊരു വ്യായാമം അല്ലേ അതുണ്ടാവും. അപ്പൊ പാടത്ത് പശുക്കളെ കൊണ്ടുപോകുമ്പോ അട്ടയുടെ പ്രശ്നം ഉണ്ടാവും. അട്ടയുടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചേട്ടൻ പോക്കറ്റിൽ ഒരു കാര്യം ചെയ്തിട്ടാണ് പോണേ. എന്ത് കാര്യം? പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഉപ്പ് പൊതിഞ്ഞ് പോക്കറ്റിലിട്ടേക്കും. എന്നിട്ട് അട്ട എപ്പോഴും കാണും. അട്ട പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പശുവിന്റെ അമട്ടിയിലൊക്കെ അട്ട പിടിക്കും. അട്ട പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപ്പ് തേച്ച് കണ്ടു കഴിഞ്ഞാൽ ഉപ്പ് തേച്ച് എടുത്ത് കളയും. അങ്ങനെ തേക്കണം. കുടിച്ച് ആ ബ്ലഡ് പാടെ ഒഴുകി പൊക്കോളും. അട്ട താഴ്ത്തും വീഴും. ഉപ്പിട്ട് തേച്ചാ പോവും. ഇന്നലെ ആ കിടക്കണ പശുവിന്റെ കാലം ഒരു അട്ടയുണ്ട് പേണിയുടെ ഉള്ളില്. അപ്പൊ അവിടെ കറുത്ത അട്ടയാണ്, പെട്ടെന്ന് കാണൂല. അപ്പൊ അങ്ങനെ പിടിക്കും. മുലക്കാമ്പൊക്കെ പിടിച്ചാൽ മുലക്കാമ്പൊക്കെ പോകും. ശരിക്കും കടിച്ച് വെട്ടി കുട്ടി ചോര ഒഴുകി കഴിയുമ്പോൾ നല്ല പോകും. അതാണ് അതൊക്കെ സൂക്ഷിച്ച് നോക്കി കൊണ്ടു നടന്നാ നിലനിർത്തി പോകാൻ പറ്റും. അല്ലെങ്കിൽ പോയി തന്നെ. ഈ പാടത്ത് തിന്നുന്ന പശുവിന് കിട്ടാൻ ബുദ്ധിമുട്ടാ. എല്ലാവരും പശുക്കൾ പാടത്തേക്ക് ഇറക്കി വിടൂല. അപ്പൊ ഞങ്ങൾ പാടത്ത് ചെറുപ്പം തുടങ്ങി തീറ്റി പിടിച്ച പശുക്കളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലതാ കിട്ടാൻ. ഈ അട്ടേനെ പേടിച്ചിട്ട് ആരും ഇറക്കൂല. അട്ടേനും പേടിച്ച് പാടത്തേക്ക് ഇറക്കൂല. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ പാടത്ത് ഇറക്കണം, നല്ലതാണ്. തീറ്റ ചെലവ് കുറവും. പക്ഷേ അട്ട അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കണം. കാലിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റില് ഉപ്പ് കരുതണം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അകിടില് കടിക്കുമ്പോ അവിടെ താഴ്ത്ത് മുട്ടിലാകാം. അപ്പൊ ആ അട്ട പെട്ടെന്ന് കയറും. അധികം താഴ്ചയുള്ളടത്ത് ഇറക്കൂല, ഇത്രയും താഴ്ചയുള്ളടത്തൊക്കെ ഇറക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുടുംബകാര്യമൊക്കെ നടന്നു പോകും. പിന്നെ വലിയ വരുമാനം അധികം കിട്ടുന്നില്ല. വെള്ളം കൂടി കുടിക്കുന്നവർക്കൊന്നും ഉണ്ടാവില്ല. സാധാരണ പശു തീറ്റ എടുക്കാതിരിക്കുമ്പോ ഇവിടെ ഒരു ആയുർവേദ മരുന്ന് ചേട്ടൻ കൊടുക്കുന്നുണ്ട്. ഇതാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു തരും. ഇത് ഈ പൊടിയും പൊട്ടിച്ച് ഞങ്ങൾ ശർക്കര, ഇഞ്ചി ഒക്കെ കൂട്ടിയാണ് ഞങ്ങൾ പൊടിച്ചു കൊടുക്കുന്നത്. കൂട്ടി മിക്സിങ്. നമ്മള് സാധാരണ തീറ്റ എടുക്കാൻ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കില്ല? അതിന് ഏക്കൂല. ഇത് പറ്റൂല. ഈ തീറ്റ എടുക്കാത്ത ദഹനകേടിനൊക്കെ കൊടുക്കാൻ പറ്റിയ മരുന്നാണ്. ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? ഇത് ഇത്ര ഒരു കുറച്ച് അളവെടുത്ത് ഈ പാക്കറ്റ് പൊട്ടിച്ച് ഞങ്ങൾ ഇഞ്ചിയും പിന്നെ ഈ സോഡാപ്പൊടി പിന്നെ ശർക്കരയും കൂട്ടി കുഴച്ച് വായിൽ വെച്ച് കൊടുക്കണം. ശർക്കര ഇതിന്റെ മധുരം ഉണ്ടാവുമ്പോൾ പശുവിന് മധുരം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര കൂട്ടുന്നത്. അല്ലെങ്കിൽ പൊടിയുടെ ഗ്യാസ് കൊണ്ട് കഴിക്കൂല. ഇഞ്ചി കുറച്ച് മതി, ഒരു ചെറിയ കഷ്ണം മതി. കുറച്ച് ഇടാക്കാം. മിക്സ് ചെയ്ത് കൂട്ടി ഉരുളയായിട്ട് വായിൽ തള്ളി വെച്ച് കൊടുക്കും. ദിവസത്തിൽ 2 നേരം കൊടുക്കും. മാറുന്നവരെ 2 ദിവസം കൊടുത്തു കഴിയുമ്പോൾ ഇത് മാറും. ദഹനേട് കുറയും. അപ്പൊ വെള്ളം കുടിച്ചോളൂ. ഇതിപ്പോ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന HB സ്ട്രോങ് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഇത് പൊട്ടിച്ച ഒരു കളറാണ്. ഇത് തുറന്നു കാണാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല. പൊട്ടിയിട്ടുണ്ട് പാക്കറ്റ്. ഇതാട്ടോ, ഞാൻ ശരിക്കും ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ പച്ച കളർ. ഇത് ഞാൻ പറയാ ഒരു അമൃതാഞ്ജന്റെ ഒക്കെ ഒരു മണമുണ്ട്, നല്ലൊരു സ്മെല്ലുണ്ട്. പിന്നെ ഇവിടുത്തെ തൊഴുത്ത് കാണിച്ചു തരാമേ. ഇതാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഈ തൊഴുത്ത് പണിതിരിക്കുന്നത് അല്ലേ ഏട്ടാ? അതെ. അതെങ്ങനെയാണ് ചേട്ടൻ്റെ? ഞാൻ സെക്കൻഡ് ഹാൻഡ് പഴയ പെര പൊളിച്ച കല്ല് മേടിച്ച് പൈസ കുറച്ച് മേടിച്ച് പണിതതാണ്. പണിത കല്ല്. അപ്പൊ അങ്ങനെ പൈസ കുറവ് കിട്ടും. പണിക്കാശിൽ കുറവില്ല. കല്ല് കുഴപ്പമൊന്നുമില്ല. നല്ല വിലയുള്ള കല്ല് തന്നെയാ. വിലയുള്ള കല്ലുകള് പഴയ കല്ലാണ്. സാധാരണ ഇതൊക്കെ വെച്ച് കൊടുക്കണം. പിന്നെ അധികം കമ്പി ഒന്നും ഇട്ടിട്ടില്ല. തിന്നാൻ പറ്റും. നമുക്ക് കഴിയുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അധികം ഇടുന്നോളും. വാരി കളയി ഇടയ്ക്ക് നിലം ഇതായിട്ട് സാധാരണ തൊഴുത്തില്ലേ സിമെന്റ് ഇട്ടിട്ടുള്ളൂ.
ഷീറ്റ് നോക്കി അത് വില കുറഞ്ഞാണോ? ഷീറ്റൊക്കെ പുതിയതാണ്. സെക്കൻഡ് മറ്റേത് ഇട്ടൊക്കെ പോയി. അന്ന് പൈസയുടെ വരുമാനം ഇല്ല, കുറവായി കാരണം കുറഞ്ഞ ഷീറ്റ് ഇട്ടു. അത് കഴിഞ്ഞപ്പോ ഒരുവിധം ആയി കഴിഞ്ഞപ്പോ നല്ല ഷീറ്റ് മേടിച്ചിട്ടു. പശു വളർത്തുന്നതിന് മുമ്പ് ചേട്ടന് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? അപ്പൊ ഞാൻ ആർക്കമില്ലില് തൊഴിലിന് പോയിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് പൊടിയുടെ അലർജി വന്നപ്പോ അത് തൊഴിലാ നിർത്തിയിട്ട് ഇതിലേക്ക് ഇറങ്ങി. അപ്പൊ തൊഴുത്ത് ഒരു ചെറിയ തൊഴുത്തായിട്ട് അതുണ്ടാക്കി 2-3 പശുവിനെ മേടിച്ചുണ്ടാക്കി. പിന്നെ ടാർപ്പായ ചെട്ടിയൊക്കെ അവിടെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് പിന്നെ മുകളിലേക്ക് കയറി വന്ന് തൊഴുത്ത് പണിത് പഴയ കല്ലൊക്കെ മേടിച്ച് തൊഴുത്ത് പണിതാണ് ഞങ്ങൾ ഇങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്ന. പിന്നെ 6-7-8 പശുവിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. അങ്ങനെ അതുകൊണ്ട് പിന്നെ നിലനിന്ന് പോന്നു. ഇപ്പൊ സുഖമില്ലാണ്ടായി. ഇപ്പൊ 3-4 പോയി. 8 ഇപ്പോൾ 4 പോയി. ഇപ്പോൾ 4 ഉള്ളൂ. ഇപ്പോൾ 2-3 മേടിക്കണമെന്നുണ്ട്. ഇപ്പൊ കിട്ടാനില്ലാത്ത കാരണമാണ് മേടിക്കാത്തത്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന യോഹന്നാൻ ചേട്ടന്റെ പശു വളർത്തലാണ്. ഒരു ചെറുകിട ക്ഷീരകർഷകർ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ബൈ.